നമസ്കാരം, ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ലിയോ 14 പാപ്പയുടെ സ്പെയിനിലെ അപ്പസ്തോലിക സന്ദർശനത്തിന്റെ ഭാഗമായി പാപ്പയോടുള്ള ആദരസൂചകമായി മാഡ്രിഡ് നഗരത്തിൽ പുതിയൊരു മധുര പലഹാരം പുറത്തിറക്കി. കോറോനും അഥവാ ഏകഹൃദയം എന്നർത്ഥം വരുന്ന പേരിട്ടിരിക്കുന്ന ഈ പ്രത്യേക പലഹാരം വെണ്ണയും നാരങ്ങയും ചേർത്തുള്ള സ്വാദിഷ്ടമായ ഒരു മധുര പലഹാരമാണ്. മാഡ്രിഡിലെ കരകൗശല പലഹാര നിർമ്മാതാക്കളുടെ സംഘടനയായ അസംബാസിന്റെ നേതൃത്വത്തിലാണ് ഈ പലഹാരം തയ്യാറാക്കിയിരിക്കുന്നത്. വെണ്ണ ചേർത്തുള്ള സാംബ്ലേ മാവിൽ നാരങ്ങയുടെ ക്രീമും മാഡ്രിഡിലെ പ്രത്യേകതയായ അരഞ്ചുവേ സ്ട്രോബെറി ജാമും ചേർത്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പുറമെ വെളുത്ത ചോക്ലേറ്റ് കൊണ്ട് പൊതിഞ്ഞ് മുകളിൽ വത്തിക്കാന്റെ ചിഹ്നം പതിച്ച വെളുത്ത ചോക്ലേറ്റ് ഷീറ്റും ഇതിലുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർക്കാവശ്യമായ പിന്തുണ ഉറപ്പാക്കുന്നതിനുമായി അമേരിക്കൻ കത്തോലിക്ക മെത്രാൻ സമിതി US കോൺഗ്രസിന് മുന്നിൽ പുതിയ ആവശ്യങ്ങൾ സമർപ്പിച്ചു. മെത്രാൻ സമിതിയുടെ കുടിയേറ്റ കാര്യങ്ങൾക്കായുള്ള കമ്മിറ്റിയുടെ ചെയർമാനും എൽ പാസോ രൂപതയുടെ ബിഷപ്പുമായ മാർക്ക് സീറ്റ്സ് ആണ് കോൺഗ്രസ് അംഗങ്ങൾക്ക് ഇത് സംബന്ധിച്ച കത്തയച്ചത്. രാജ്യത്തെ കുടിയേറ്റ നിയമങ്ങളിൽ അടിയന്തരവും മാനുഷികവുമായ പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ടാണ് ബിഷപ്പുമാർ കത്ത് നൽകിയിരിക്കുന്നത്. അതിർത്തി സുരക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ അഭയം തേടിയെത്തുന്നവരോട് കരുണയും മാനുഷിക പരിഗണനയും കാണിക്കേണ്ടതുണ്ടെന്നും കത്തിൽ ഓർമ്മിപ്പിക്കുന്നു. കൊളംബിയയുടെ സ്വർഗീയ മധ്യസ്ഥയായ അവർ ലേഡി ഓഫ് ദി റോസറി ഓഫ് ചിക്കിൻകുറ മാതാവിന്റെ തിരുനാൾ ദിനമായ ജൂലൈ 9 ഔദ്യോഗിക ദേശീയ അവധിയായി പ്രഖ്യാപിച്ച കൊളംബിയ സർക്കാർ ഇത് സംബന്ധിച്ച 2026 2578 നമ്പർ നിയമത്തിൽ കൊളംബിയൻ സർക്കാർ ഒപ്പുവെച്ചു. പുതിയ നിയമത്തിലെ 6ാം വകുപ്പ് പ്രകാരം എല്ലാ വർഷവും ജൂലൈ 9 കൊളംബിയൻ റിപ്പബ്ലിക്കിന്റെ അധീനതയിലുള്ള മുഴുവൻ പ്രദേശങ്ങളിലും നിർബന്ധിത ദേശീയ അവധി ദിവസമായി ആചരിക്കേണ്ടതാണ്. 1829 പയസ് 7 മാർപ്പാപ്പയാണ് ചിക്കിൻകുറ മാതാവിനെ കൊളംബിയയുടെ ഔദ്യോഗിക മധ്യസ്ഥയായി പ്രഖ്യാപിച്ചത്. കടുത്ത ദാരിദ്ര്യവും പ്രതികൂല സാഹചര്യങ്ങളും മൂലം വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ആയിരക്കണക്കിന് പെൺകുട്ടികൾക്ക് തണലായി മെക്സിക്കോയിലെ വില്ലാഡീലാസ് നിന്യാസ് എന്ന വിദ്യാഭ്യാസ സ്ഥാപനം. സിസ്റ്റേഴ്സ് ഓഫ് ദി മരിയ സന്യാസിനി സമൂഹത്തിന്റെ നേതൃത്വത്തിൽ മെക്സിക്കോയിലെ ചാൽക്കോ എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം നിലവിൽ 3200-ലധികം പെൺകുട്ടികൾക്കാണ് സൗജന്യ താമസവും ഉന്നത വിദ്യാഭ്യാസവും നൽകുന്നത്. ധന്യൻ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഫാദർ അലോഷ്യസ് ഷ്വാർട്സ് സ്ഥാപിച്ച ഈ പ്രസ്ഥാനം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ ആത്മീയമായും അക്കാദമികമായും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാത്ത വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്ന കുട്ടികളെ കണ്ടെത്തിയാണ് ഇവർ ഇവിടെ പ്രവേശിപ്പിക്കുന്നത്. ലിയോ 14 പാപ്പയുടെ അധ്യക്ഷതയിൽ ജൂൺ മാസത്തിൽ വത്തിക്കാനിൽ വെച്ച് കർദിനാൾമാരുടെ കൺസിസ്റ്ററി സമ്മേളനം ചേർന്നു. ജൂൺ 26, 27 തീയതികളിലാണ് സമ്മേളനം നടക്കുക. ആഗോള കത്തോലിക്ക സഭയും ലോകവും നേരിടുന്ന ഏറ്റവും നിർണായകമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് ലോകമെമ്പാടുമുള്ള കർദിനാൾമാരെ മാർപ്പാപ്പ വത്തിക്കാനിലേക്ക് വിളിച്ചു ചേർത്തിരിക്കുന്നത്. സഭയുടെ ആഭ്യന്തര കാര്യങ്ങൾക്കൊപ്പം ആധുനിക ലോകം നേരിടുന്ന വലിയ വെല്ലുവിളികളും സമ്മേളനത്തിന്റെ അജണ്ടയിലുണ്ട്. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.